സോ ഹലോ ഗായ്സ്, ഇപ്പോൾ നമ്മൾ ഇന്നത്തെ പരിപാടി ഫിഷിങ്. വീര വീര മിന്നൽ താര സുന്നടുമാര. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഫിഷിങ് കാര്യങ്ങൾ ഫിഷിങ് ചെയ്യാൻ പോകുകയാണ്. അപ്പം നമുക്ക് നേരിട്ട് ഫിഷിങ്ങിന് പോവല്ലേ. ഫ്രണ്ടിനെ കാണാം. സൺലൈറ്റ് ഉണ്ടായതുകൊണ്ട് നിങ്ങൾക്ക് ഇനി ക്ലിയർ ആയിട്ട് കാണാൻ പറ്റില്ല. നല്ല സൺലൈറ്റാണ് ഗൈസ്. അപ്പോൾ കുറച്ച് കാണാം. മരത്തിൻ്റെ തൊട്ടാണ് മെയിൻ എക്സ്പാൻഷൻ. സത്യം പറഞ്ഞാൽ ഞാൻ അന്ന് കാണിച്ചെന്ന പാടത്തൊക്കെ തന്നെയാണ്. പക്ഷെ അവിടെ നിന്ന് നമ്മൾ വേറെ റൂട്ട് പോയോ വലിയ മാറ്റമൊന്നുമില്ല. അങ്ങനെ പോയിട്ട് അങ്ങനെ വരുന്നുണ്ടല്ലേ കാണിച്ച്. നമ്മളിന്ന് ഇങ്ങനെ പോയിട്ട് അങ്ങനെയാണ് പോയിട്ട്. അപ്പോൾ ഒരു ലൊട്ടുള്ളതാ ഞങ്ങൾ ഇന്ന് കാണിച്ചു തരാം. ഓ മാസ് യൂട്യൂബിൽ ഉണ്ടാവൂലല്ലോ. ആ എടാ നമ്മള് സയാത പോണ് മാസ്. കൈയിട്ട് കാണിച്ചെടുത്താ കണ്ടാ. ഓനക്ക് മാത്രം പറ്റുള്ളൂ, ഇന്നെ കൊണ്ടൊന്നും പറ്റൂല. കൈവേ പുറത്ത് പറയട്ടെ ഗൈസ്. ബാക്കിൽ ആരൊക്കെ ഉണ്ട്? ഓനക്ക് ഇച്ചിരി മടിയാണ്ടാണ് ബാക്കിൽ നടക്കണ്ടേ അല്ലേ? ഓനക്ക് ഇച്ചിരി മടിയായോണ്ടോ ബാക്കിൽ നടക്കണ അറിയാം. ഇജ്ജ് വരുന്നില്ലേ? ഓനക്ക് നല്ല മടിയാണ് ഗൈസ്. മടിയൻ കൊടുമടിയൻ. ഞാൻ ഒന്നും കൂടി സൂം ചെയ്ത് കാണിച്ചതാ. കണ്ടോ ചെക്കൻ പോണണ്ട മാസമായിട്ട് സൈക്കിളായിട്ട്. ഞാനും പോയിട്ടാ സൂം ആയിട്ട്. എനിക്ക് അത്ര ക്യാമറ പിടിച്ചാൽ പറ്റൂല ഗൈസ്. അപ്പോൾ നമ്മളെ എടുത്തെത്തിക്കണേ. നമ്മളിവിടെ എത്തി. നമുക്ക് ആ കാടൊക്കെ ഞാൻ കാണിച്ചു തന്നല്ല. സെറ്റ് കാടാണ് ഗൈസ്. ആ വന്യമൃഗങ്ങളൊന്നും വരില്ല. ബ്രാല് പൊട്ടിച്ചു പോയാലോ? തിരിച്ചു പോയാ? എരവായാ? നമ്മൾ മാസമായിട്ട് ചെയ്യാൻ എര പോയാൽ നോക്കാൻ പോവുകയാണ്. ഓക്കെ ഗൈസ്, നമുക്കിനി മീനെ കിട്ടിയോ കിട്ടിയില്ലെന്ന് അപ്ഡേറ്റ് ആയിട്ട് കാണാം. അപ്പോൾ നമ്മൾ ഫിഷിങ്ങിന് വന്ന സ്പോട്ട് ഇതായിരുന്നു. നമ്മൾ സ്പോട്ട് ചേഞ്ച് ചെയ്യാൻ പോവുകയാണ് ഗൈസ്. ഇവിടുന്ന് മീനെ കിട്ടണില്ല, അങ്ങനെ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ സ്പോട്ട് ചേഞ്ച് ചെയ്യാൻ പോവുക. അത് ഇന്നലെ കാണിച്ചാത്ത സ്പോട്ടായിരിക്കും. യെസ് ആയിരിക്കും. അപ്പോൾ നമ്മൾ സ്പോട്ട് ചേഞ്ച് ചെയ്യേണ്ട സ്ഥലത്തേക്ക് പോവുകയാണ്. അപ്പോൾ ഫ്രണ്ട്സൊക്കെ അവിടെ എത്തിക്കണം. അതോ ഭയങ്കര വെയിലാണ് ഗീസ്. വെയിൽ പറഞ്ഞാൽ കടുത്ത വെയിൽ. എന്നാലും ഇപ്പോൾ ഒരു ചൂടത്ത് നിങ്ങൾക്ക് വേണ്ടി വീഡിയോ എടുക്കല്ലേ. ഒന്ന് ലൈക്കും സബ്സ്ക്രൈബും ചെയ്തിട്ട് പോയാൽ പോരാ. അമ്പലത്തിൽ കണ്ടുണ്ട്. അമ്പലം മാറ്റിയിട്ട് ഇവിടെ എത്തി. അവിടെ അതാ 2 പേര് റെസ്റ്റ് എടുക്കുന്നു. സൂം ചെയ്ത് പോയിട്ടുണ്ട്. ക്ലാരിറ്റി ഉണ്ടാവില്ല, അതുകൊണ്ട് ഞാൻ സൂം ഔട്ടാക്കട്ടെ. അപ്പോൾ നല്ല വൈബല്ലേ കാണാൻ. ഇപ്പോൾ ഒരു തണലുണ്ട്, കാറ്റുമുണ്ട്. ഈ മുളൻ്റെ ഭാഗത്ത് എത്തിയോണ്ട് വൈബുണ്ട് ചെറുതായിട്ട്. നമ്മൾ ഇന്നലെ കാണിച്ച സിറ്റിംഗ് ഏരിയ ഇല്ലേ, അവിടെയാണ് ഓരോ ഇരിക്കുന്നുണ്ട്. അവിടെ ഞങ്ങളെല്ലാവരും ഇങ്ങനെ ഇരിക്കും. അവിടെ ഇരിക്കുമ്പോൾ നല്ല സുഖമാണ്. അവിടെ തന്നെ തുറച്ച് നോക്കുന്നുണ്ട്. അവനെ ഞാൻ കാണിച്ചു തരാം. ഇതാ ഓനെ തുറച്ച് നോക്കിയപ്പോൾ നേരം ഗൈസ്. തുറച്ച് നോക്കാരൻ മോനുസാ എന്തെങ്കിലും തുറച്ച് നോക്കണേ. തുറച്ച് നോക്കിയടാ. ഈ തണലത്ത് നിന്നിട്ടാ ഇങ്ങോട്ട് നോക്കും. ഇവിടെ തണലല്ലേ, തലേനെ എടുക്കില്ല. ഫുൾ ആരാ അറിയോ? അപ്പം ഗൈസ് നമ്മൾ കുത്തിയേക്കാൻ പോവാണ്. ജനാദം പിന്നെ ഞാൻ അടുത്ത് നോക്കല്ലോ പണി. മോനുസാ തോക്കെടുത്തിട്ടാ
ഏതാ സൺലൈറ്റില്ലേ വൈബല്ല കേട്ടോ ഗൈസ് ചൂടേ. അതാണ് ഗൈസ് ഗ്രൗണ്ട് ഞാൻ ഇന്നലെ കാണിച്ചെന്നില്ല ഒരു 2 പോസ്റ്റ്. പക്ഷെ ഞാൻ അങ്ങോട്ട് കളിച്ചാൻ പോലില്ല ഗൈസ്. ചെറിയ പോണോ പോലുണ്ടാന്നോ ആമ്പലല്ലേ ഇത് ആക്കണ്ടേ അല്ലല്ലേ പിന്നെ തൈ പയർ കൃഷി തുടങ്ങി അവിടെ. ഞാനൊക്കെ ഇപ്പൊ പുറത്തേക്ക് ഇറങ്ങണ്ടോ 100 സബ്സ്ക്രൈബേഴ്സ് ആവു പറഞ്ഞിരിക്കേ. ലാസ്റ്റൊക്കെ ഇപ്പൊ 23-24 സബ്സ്ക്രൈബേഴ്സ് ആയി. എന്ത് 10K അങ്ങനെ ഇതിന് ഈ വീഡിയോക്ക് ഓർക്ക് വല്ല പണി ഉണ്ടാവും ഒന്ന് നിൽക്കാൻ പോരെ. മാക്സിമം നിങ്ങൾ ടി വിയിലോ ടാബിലോ കാണാൻ നോക്കണം ഗൈസ്. അതാണ് അതിൻ്റെ വൈബ് അല്ലേ. ആമനെ കാണണമെങ്കിൽ ഉണ്ടോ കൊക്ക് താ പറഞ്ഞോണേ. ആമതാ ഒരാമ കണ്ടോ എന്നു പിടിച്ചോ. സ്പോട്ട് ഇതാണ്. ഒരു ബ്രാലും കാണുന്നില്ല പക്ഷെ ഇതിൻ്റെ ഉള്ളിൽ നല്ല ബ്രാലുണ്ട് ഗൈസ്. നമുക്ക് നാളെ 10-15 ബ്രാലിന് കിട്ടീനി അല്ലടാ. സോറി 3 ബ്രാലിന് കിട്ടി. ടൈറ്റാക്കി വെക്കട്ടെ അത്ര ലൂസായി. അപ്പോൾ ഗൈസ് നിങ്ങൾക്കൊക്കെ എന്തൊക്കെ കാണുന്നുണ്ടോ പറയും. ഞാൻ ഈ സാധനം ടൈറ്റാക്കി വെക്കണം. ഞാൻ ചൂണ്ടിട്ടു ഇട്ടിട്ടില്ല ഇട്ടോ ഗൈസ് ഇട്ടു. അവിടെ പാമ്പുണ്ടാവും. നാളെ ചങ്ങായി പറഞ്ഞ ഓർമ്മയുണ്ടേ എനിക്ക്. അപ്പോൾ യെസ് നമ്മളെ സയാൻ ഇവിടെ കുത്തിച്ചിട്ട് പോവാണ്. നമ്മളിവിടുത്തെ പരിപാടി തീർന്നു. നമുക്ക് മീനെ കിട്ടിയാൽ അപ്ഡേറ്റ് ചെയ്യാം അല്ലേ. അല്ലെങ്കിൽ പിന്നെയും അടുത്ത ഇതിടേണ്ട വീഡിയോ അപ്ഡേറ്റ് ചെയ്യാം. ഹലോ ഗേസ്, അപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ സ്ഥലത്ത് കൂടി നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ അങ്ങോട്ടെത്താനൊക്കെ നമ്മളെ ഇന്ത്യയും ദയാന്റെയും പേരൻ്റെ അടുത്ത് 2 തനിച്ചു കൂടെ ഉണ്ട് അല്ലേ. വലുതുണ്ട് ഗൈസ്. ഞങ്ങൾ പിന്നെ കടിച്ചാടുന്ന് കടന്നല്ലേ. ഓന് വലിയ ഭീരനായോണ്ടില്ലേ ഒട്ടും നുളച്ചില്ലല്ലടാ മുനുസേ. അജ് നുളച്ചിട്ടില്ല. എടാ ചൂടല്ല എൻജോയ്. ഗൈസ് ഇവിടെ തല്ലായി ഒരു ചെക്കനെ കണ്ടില്ലേ. തല്ലായി ഗൈസ്. ദൂരത്താ അവിടെ ഇരിക്കണേ. ക്യാമറ ഒന്ന് മാറിക്കോളാ. ചെക്കത് അവിടെ കിടന്ന് ചിരിച്ചിനെ. ഗൈസ് ചിരിച്ചതാണ്ടാ ചിരിച്ചാ പല്ലാച്ചാ സീറോ ബുള്ളറ്റ് മോനെ മാസ്. അത് നമ്മളെ എന്തൊക്കെ ഷോർക്കല്ലേനടാ. അതോ അന്ന് ഞങ്ങൾ നാളെ ബിരിയാണിയാണ് ഞങ്ങള് പള്ളിക്കൊക്കെ പോയി. അന്നിപ്പം ബുള്ളറ്റ് അടിച്ചാണ്ട് എന്ത് ഷോയിനറിയാം.
എന്നിട്ട് ഇവനക്ക് കടന്നലിനൊന്നും പേടിയാ നോളൊഴിച്ചെന്നില്ല. അന്നൊരു പരിവേന് അത് നമ്മള് പറഞ്ഞിട്ട് കാര്യല്ലേ ആർക്കും കടന്നലിൽ കുത്തിട്ടാ നോളൊഴിച്ചു. ഇവനെ പറഞ്ഞിട്ട് കാര്യം ഗൈസ് കൊറേ തന്നിച്ച് കുത്തിയാണ് ഞാനും കടന്നേൽ ഞാനാണെങ്കിലും നോളൊഴിച്ചു ഗൈസ്. അത്രക്കും കുത്തിക്കണു ഇവനെ. എത്ര കുത്തി? 16 ഞാൻ ഇപ്പൊ പറയും ഗൈസ്. 17 കുത്തിയ ഒരു മനുഷ്യൻ മരിച്ചു. ഇത് എത്ര കുത്തിന്? 16. അന്നൊക്കെ 18-19 അല്ലേന്നാ. മലം കടന്നാലും ഈ 10 കുത്തിയാ മതി മരിച്ചു. ഞാൻ തുടങ്ങുന്നുണ്ട്. ഞാൻ ഉപ്പിലൊക്കെ ഇട്ടൊക്കെയുണ്ട് കൊറേ സാധനം. ഇവിടെ തുടങ്ങാൻ പറ്റില്ല. നമുക്ക് അവിടെ തുടങ്ങിയല്ലോ. അവിടെ ഞാൻ മുന്തിരി അടിച്ചു അവിടുന്ന്. കുഴപ്പമില്ല. 30 ഉറുപ്പ്യ ഞങ്ങൾ എൻ്റെ ഇപ്പാൻ്റെ പൈസ എൻ്റെ ഇപ്പാൻ്റെ ഇപ്പച്ചി ഞാൻ തൊണ്ടുന്ന് ഇട്ടൊക്കെ പൈസ ഒക്കെ അതിലെടുത്തേക്കും. അപ്പൊ ഗൈസ് നമ്മളെ തോടിന്റെ അവസ്ഥ അതിഗുരുതരമാണ്. അവിടെ ഒരാൾ ചക്ക ഇട്ടു. വലിയ ചക്കയാണ്. സൈക്കിളും ഇവനും കൂടിയും ചക്ക ഇട്ടിക്കണേ. അല്ല സൈക്കിൾ ഇറക്കാൻ നിൽക്കണം. ഷോർക്കാനായിട്ട് ക്യാമറന്റെ മുന്നിൽ ഷോർക്കാനായിട്ട് കേറ്റിയാണേ ചക്ക. അന്ന് കടന്നൽ കുത്തിയെന്നോ ഇങ്ങനെ എണ്ണി തരും. ഇത് കുത്തിയടാ, ഇത് കുത്തിയടാ, ഇത് കുത്തിയടാ. ഓ മണ്ടണണ്ടാ. മണ്ടല്ല സൈക്കിളായിട്ട് മണ്ടണണ്ടാ. അപ്പൊ ഗൈസ് നമ്മള് പരിയിലെത്തി. പരിയിൽ നിന്നാണ് വീട് എടുക്കുന്നത്. പിന്നെ വൈകുന്നേരം മീനെ കിട്ടിയോ കിട്ടിയില്ല നോക്കാം. ഞാൻ നിങ്ങളെ കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും ഞാൻ നിങ്ങളെ വിളിച്ചിട്ടുണ്ട്. ഓക്കെ വൈകുന്നേരം ഒന്നും വേണ്ട, ഒന്ന് വിളിച്ചോളും ചിലപ്പോൾ. ഓക്കെ ഹലോ ഗായ്സ്. അപ്പം നമ്മൾ മൂഞ്ചിരിക്കുകയാണ്. എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു ചങ്ങായി നമ്മളെ ചൂണ്ടയിലേറ്റ് പോയിരിക്കുകയാണ്. പെട്ടല്ല പഠിച്ചോരേ, കുടുങ്ങിയല്ല പഠിച്ചോരേ. ശരി എന്നാൽ ബൈ. ലൈക്ക് സബ്സ്ക്രൈബും ചെയ്തിട്ട് എങ്കിൽ ചെയ്യോ. ടാറ്റാ ബൈ ബൈ.